കെ സുരേന്ദ്രൻ എപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. പക്ഷേ ഇക്കുറി സുരേന്ദ്രൻ പറയുന്നത് ഒന്ന് കടന്നു കയറി പറയുന്നതല്ലേ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം മറ്റൊന്നുമില്ല, എം ആർ അജിത്തിനെ തൊട്ട് കളിച്ചാൽ, അജിത് കുമാറിനെ തൊട്ട് കളിച്ചാൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കും എന്നാണ് സുരേന്ദ്രൻ്റെ ഭീഷണി. അത് വേണമെങ്കിൽ നേരെ പറഞ്ഞാൽ എം ആർ അജിത് കുമാർ ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ അന്വേഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ് തെളിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ഈ തെളിവുകളൊക്കെ അജിത് കുമാർ പുറത്തുവിടും. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേര തെറിക്കും എന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒരു തരത്തിൽ. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എം ആർ അജിത് കുമാറിനെ തൊട്ടാൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് ആര് പറയുന്നു? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്. അതിനകത്ത് ഒരു സംഘപരിവാർ ബന്ധമില്ലേ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം എം ആർ അജിത് കുമാർ CPM അനുഭാവിയല്ല, ലോയലല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് വിമർശനം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ്. CPMന്റെ ചേരിയിൽ നിന്ന് CPMനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ, CPMന്റെ ഗുണങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്നാണ് പൊതുവെയുള്ള വിമർശനം. എം ആർ അജിത് കുമാറിൻ്റെ ചായ്വ് സംഘപരിവാർ ശക്തികളോടാണ് എന്നും വിമർശനമുണ്ട്. ആ അവസരത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നത്. മല എലിയപ്പെട്ടതുപോലെയാകും അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ നടക്കാൻ പോകുന്നത് എന്നാണ്. അത് കൃത്യമായി തന്നെ പറയുകയാണ് സുരേന്ദ്രൻ. അജിത് കുമാറിനെ തൊട്ട് കളിക്കല്ലേ, തൊട്ട് കളിച്ചാൽ പിണറായിയുടെ കസേര തെറിക്കും എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് അജിത് കുമാറിൻ്റെ സംഘപരിവാർ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്.